ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ തന്നെയാണ്. തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ ആ മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് ബസ് റൂട്ടാണ് കേട്ടോ. ഫ്രണ്ടേജൊക്കെ ഒരു 3.5 കിലോമീറ്ററോളം ദൂരം ഉള്ളിലോട്ട് മാറിയിട്ട് ഇത് മണ്ണുത്തി സെൻറ്ററിൽ നിന്ന് 4,250 സെൻറ്റ് സ്ഥലത്ത് 1,750 സ്ക്വയർ ഫീറ്റിലാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. നല്ലൊരു അടിപൊളി എലിവേഷനോടുകൂടി തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വെറൈറ്റി ഡിസൈനിലുള്ള പെയിൻറ്റിങ്ങും വാം കളർ ബൾബൊക്കെ ആയിട്ട്. അതുപോലെ വീടിൻ്റെ മുൻവശത്ത് നല്ല വീതി കൂടിയ, അതായത് ഒരു 5 മീറ്ററോളം വീതിയുള്ള ഒരു റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വാഹനമൊക്കെ കിടക്കാൻ വെച്ചാലും മറ്റൊരു വാഹനത്തിൽ പോകാനുള്ള സ്പേസൊക്കെ കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ ധാരാളം വീടുകളുള്ള, പുതിയ വീടുകളുള്ള ഒരു വില്ല തന്നെയാണിത്. എല്ലാം സെപ്പറേറ്റ് ഓണർമാരാണ്. ഈ വീടിൻ്റെ വില്ലയുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഇനി ആകൂടി 2 വർക്ക് നടക്കുന്ന വീടുകളും ഇപ്പോൾ ഈ കാണിക്കുന്ന വീട് മാത്രമേ തന്നെയാണ് ഇനി ഇതിൽ സെയിലാവാനുള്ളൂ. ബാക്കി എല്ലാ വീടുകളും ഓൾറെഡി സെയിലായിട്ട് ആളുകൾ താമസിക്കുന്ന, നല്ല ജോലിക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ ഈ ഭാഗത്തും ടാറിംഗ് റോഡ് തന്നെയാണ്. വർക്ക് നടക്കുന്ന കാരണം ടാറിംഗ് റോഡൊക്കെ പോയിരിക്കുക. അതൊക്കെ ഇനി ഫിനിഷിങ് ചെയ്ത് തരുന്നതാണ്. വീടിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാം വീതി കൂടിയ ഒരു സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വീതി കൂടിയ ഒരു സ്ലൈഡിങ് ഗേറ്റ് തന്നെ. അതുപോലെ വീണ്ടും മുൻവശത്തായിട്ട് തന്നെ വലിയൊരു വാഹനം, ഇന്നോവ പോലെ വലിയൊരു വാഹനം നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗം പോളിഷ് ചെയ്ത് കളർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഡിസൈനാണ് വരിക. അതുപോലെ ഈ കാണുന്ന ഭാഗത്തൊക്കെ നല്ല ധാരാളം ടെസ്റ്റർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ടെസ്റ്റർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല വാം ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ധാരാളം. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഗ്രാസ്, അതായത് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ച് ഫിനിഷിങ് ചെയ്യുന്നതായിരിക്കും. അതായത് കളർ പെയിൻറ്റിങ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് വരിക. അത് മാത്രമാണ് ഇനി ഇവിടെ ഈ വീട്ടിൽ ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം, ഈ ഭാഗത്തേക്ക് കാണാം നല്ലൊരു മനോഹരമായ, കണ്ണിനൊക്കെ നല്ല സുഖം തോന്നുന്ന ഒരു കളർ പെയിൻറ്റിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ധാരാളം വാം ലൈറ്റുകൾ. അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് കാണാം. ഒരു ഓപ്പൺ സിറ്റ് ഔട്ടായിട്ട് ഗ്രാനൈറ്റ് ബോർഡറാണ്. മരം ഉപയോഗിച്ചുള്ളതെല്ലാം തേക്കൂടാണ്. ഡബിൾ പാളി ഡോറോട് കൂടി നമ്മൾ ലിവിംഗ് ഹാളിലേക്ക് കിടക്കുന്നു. 2x4 സൈസ് ഫ്ലോർ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ ടൈല് തന്നെയാണ്. ലിവിംഗ് ഹാളിൽ അതുപോലെ മനോഹരമായ ഹോൾ സീലിംഗ് മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൂക്കറിൻ്റെ BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. റിമോട്ട് കൺട്രോൾ ഫാനാണത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിംഗ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മനോഹരമായ രീതിയിലുള്ള ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധാരാളം അടി ഭാഗത്തൊക്കെ ഒരു കബോർഡ് മാരിയൊക്കെ കൊടുത്തിട്ട് വർക്കൊക്കെ ചെയ്യാവുന്ന രീതിയിൽ LED ബൾബൊക്കെ സൈഡിലൊക്കെ മുകൾ വശത്തുമായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ സ്റ്റെയറിൻ്റെ അടി ഭാഗത്തൊക്കെ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ വയ്ക്കാവുന്ന പോയിൻ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഒരു 12 സൈസാണ് ബെഡ്റൂമിൻ്റെ അളവ്. അതുപോലെ ഈ ബെഡ്റൂമിൽ ഹോൾ സീലിംഗ് വർക്ക് നല്ല കളർ പെയിൻറ്റിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും BLDCയുടെ ലൂക്കറിൻ്റെ ഫാൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. UV ഷീറ്റിലൊരു ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. വാൾ ഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട്. അതും ഡ്രസ് യൂണിറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. ആ സ്റ്റെയറിൻ്റെ അടി ഭാഗത്തുള്ള ബാത്റൂമാണിത്. എല്ലാ ബാത്റൂമിലും ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മനോഹരമായ രീതിയിലുള്ള ഒരു ലിവിംഗ് ഹാൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ നോക്കിയാൽ ഒരു ആർച്ചോട് കൂടിയിട്ട് ധാരാളം LED ബൾബൊക്കെ കൊടുത്തിട്ട് മൾട്ടിവുഡിലൊരു ആർച്ച് ഇട്ടാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെയും സെയിം ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ബി വിൻഡോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് നമുക്ക് അവിടേക്ക് ഇരിക്കാം. അത് കണ്ട ആ കാണുന്ന ഗ്രാനൈറ്റ് ബങ്ക് ഇരുന്ന് 2 സൈഡിലും ഒരു ക്രോക്കറി മാതിരി സാധനങ്ങളൊക്കെ വയ്ക്കാവുന്ന ബി വിൻഡോ എന്നുള്ള ഒരു പുതിയ മെത്തേഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹോൾ സീലിംഗ് വർക്കും BLDC ലൂക്കറിൻ്റെ ഫാനും റിമോട്ട് കൺട്രോളാണ്. അതെല്ലാം ഇവിടെ ഡൈനിങ് ഹാളിലും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ധാരാളം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്കാണ് ഒതുക്കിയിട്ട് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അതൊരു ആർച്ച് മോഡൽ ഒക്കെ ആയിട്ട് LED ബൾബൊക്കെ കൊടുത്തിട്ട് അതിന് താഴേക്ക് കബോർഡൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നാണ്
രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇതൊരു 10-11 സൈസ് ഈ ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിരിക്കുന്നത്. വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോസും സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല കളർ പെയിൻറ്റിങ്ങോട് കൂടിയാണ് ഇവിടെ ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഡബിൾ പാളി വാൾഡ്രോബ്സാണ് ഇവിടെ കൊടുത്ത് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാം ബാത്റൂമിലും വെറൈറ്റി ഡിസൈനാണ് ഇവിടെ വാൾട്ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല തരം കമ്പനികളുടെ മെറ്റീരിയലാണ് ബാത്റൂം ഡിസൈനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് കാണാം ഒരു കിച്ചണിൽ നിന്ന് സെർവ് ചെയ്യാനുള്ള ഒരു ഹോൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് LED ബൾബൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇവിടെ ഒരു വുഡ് ഡിസൈനുള്ള ഫ്ലോർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും അപ്പോക്സിഡ് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ മനോഹരമായ രീതിയിൽ LED ബൾബൊക്കെ വെച്ചിട്ട് താഴെ ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചുമരിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ വാൾ ടൈല് കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തും ഈ സൈഡിലും ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിമ്മിനിയൊക്കെ അവിടെ സെറ്റ് ചെയ്ത് ഓൾറെഡി സെറ്റാണ്. കിച്ചണിലും ഇവിടെ ഫാനൊക്കെ കൊടുത്തിട്ട് വാൾടോപ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ധാരാളം മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും മുകൾ വശത്തും ധാരാളം കൊടുത്തിട്ടുണ്ട്. ചുറ്റുഭാഗത്തും വാൾ ടൈല് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ്, അതേ വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നു. അതേ മാച്ചിങ് ടൈല് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ വാഷ് ഏരിയയൊക്കെ ആയിട്ട് കബോർഡ് വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി ഡോർ ആൻഡ് സേഫ്റ്റി ഗ്രില്ല് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ്. എല്ലാം കട്ടയ്ക്ക് വിരിച്ചിട്ടുണ്ട്. ബാക്കി ഭാഗത്ത് ബേബി മെറ്റലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിലായിട്ട് ആണ് ഓപ്പൺ ആണ് കിണർ, ഓപ്പൺ വെല്ലാണ്. ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയ കേട്ടോ. നമുക്ക് കാണാം എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്ത ഒരു ഏരിയ. ഗ്യാസിൻ്റെ കണക്ഷൻ പുറത്താണ് അതിൻ്റെ കേസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4,250 സെൻറ്റ് സ്ഥലത്ത് 1,750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 66 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. മുകൾ വശത്തെ ഹാളാണിത്. ഒരു L ടൈപ്പ് മോഡലാണ് ഹാള് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ട് ഹാൾ തന്നെയാണ് മുകൾ വശത്തും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ അപ്പോക്സി മാത്രമാണ് ബാലൻസ് വരുന്നത് കേട്ടോ. അതുപോലെ 2 സൈഡിലും വിൻഡോസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ മുകൾ വശത്തും നല്ലൊരു TV യൂണിറ്റ്, മൾട്ടിവുഡിൽ നല്ലൊരു അടിപൊളി TV യൂണിറ്റും ഇവിടെ മുകൾ വശത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകൾ വശത്ത് ഹോൾ സീലിംഗ് വർക്ക്. BLDCയുടെ ഇവിടെയും റിമോട്ട് കൺട്രോൾ ഫാൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ഹാളിൽ നിന്ന് ഒരു ആർച്ചോട് കൂടി LED ബൾബൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബെഡ്റൂമിലുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കുന്നത്. മുകൾ വശത്തെ ബെഡ്റൂമാണ്, 3ാമത്തെ ബെഡ്റൂം. ഒരു 12-14 സൈസാണ് ഇവിടെ അളവ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ഹോൾ സീലിംഗ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഹോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല കളർ പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് യൂണിറ്റ് ഒരു സൈഡിലായിട്ട് അടിയിൽ കബോർഡൊക്കെ ആയിട്ട് ഒരു ആർച്ചോട് കൂടിയാണ് ഇപ്പുറത്തേക്ക് കിടക്കുന്നത് കേട്ടോ. അതുപോലെ ഈ സൈഡിലും വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്, 3 പാളി. അത് കാരണം ഇവിടെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. അതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഗ്യാരൻറ്റിയോടുകൂടിയുള്ള ബാത്റൂം ഫിറ്റിങ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാ ബാത്റൂമിലും ഹീറ്ററുള്ള പോയിൻറ്റും എല്ലാ എക്സോസ്റ്റും എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആധുനിക രീതിയിലുള്ള മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് മുകൾ വശത്ത് 2 ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. അതുപോലെ വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള വിൻഡോസും നല്ല കളർ പെയിൻറ്റിങ്ങോട് കൂടിയ ഹോൾ സീലിംഗ് വർക്കും മനോഹരമായ രീതിയിലുള്ള കളർ പെയിൻറ്റിംഗ് ആണ്. അതുപോലെ ഇവിടെയും ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. BLDCയുടെ ഫാനൊക്കെ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. 3 പാളി വാൾഡ്രോബ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ബെഡ്റൂമിൽ അതേ മെത്തേഡിലാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇവിടേക്ക് ഒരു 9.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. അതുപോലെ മണ്ണുത്തി സെൻറ്റർ ആ പോലീസ് സ്റ്റേഷനൊക്കെ ഇട്ടല്ലോ, അവിടെ ഒരു 3.5 കിലോമീറ്റർ ദൂരം. അല്ല, ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് കാണാട്ടോ, ഒരു 100 മീറ്റർ ദൂരം നിന്ന് തന്നെ പറയാം ബസ് റൂട്ടിൽ നിന്ന്. അതുപോലെ കടകളായാലും സ്കൂളുകളായാലും ഡോൺ ബോസ്കോ സ്കൂള്, ഹോളി ഫാമിലി സ്കൂള്, മണ്ണുത്തി സ്കൂളുകൾ, അതുപോലെ ആരാധനാലയങ്ങൾ, പള്ളികൾ, അമ്പലങ്ങൾ എല്ലാം തന്നെ ഒരു 600 മീറ്റർ ചുറ്റളവിലുണ്ട്. ഓപ്പൺ ടെറസാണ്, ബാൽക്കണിയാണ് മുകൾ വശത്തെ.
ധാരാളം വീടുകളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് കാണാം വർക്ക് നടക്കുന്നതും വർക്ക് കഴിഞ്ഞതുമായ വീടുകൾ. നാല് 250 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ നിർമ്മാണം. 66 ലക്ഷം രൂപയാണ് ഉടമ ഉദ്ദേശിക്കുന്നത്. ബാക്കിലേക്ക് കിടക്കുന്ന ഭാഗം കേട്ടോ, ഓപ്പൺ ടെറസ്. അത്യാവശ്യം ഈ ഭാഗത്തൊക്കെ ഡ്രസ്സ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ തുണിയൊക്കെ തോരിടാനുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇത് ഏറ്റവും ടോപ്പിലേക്ക് കയറുന്ന സ്റ്റെയർ കൊടുത്തിരിക്കുന്നു മുകളിൽ. അല്ലെ വാഷിംഗ് മെഷീനുള്ള പോയിൻ്റൊക്കെ ഈ സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീടിൻ്റെ വീഡിയോസുമായി വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.